ഇന്നൊരു നാടൻ മീൻകറിയുടെ റെസിപ്പി ആയാലോ? വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മൺചട്ടിയാണ്. എപ്പോഴും മീൻകറി വെക്കുമ്പോൾ മൺചട്ടി യൂസ് ചെയ്യാൻ നോക്കണേ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ഞാൻ നടുകെ മുറിച്ചിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ രുചിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് വാട്ടിയ ശേഷം അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ചെറുതാക്കി അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് മൂത്ത് വന്ന ശേഷം കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു വലിയ സൈസ് തക്കാളിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനെ ചെറുതാക്കിയിട്ട് അരിഞ്ഞേക്കാണ്. ഇനി അതിനെ നന്നായി ഒന്നിങ്ങനെ വാട്ടിയെടുക്കണം. അപ്പോൾ അതൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ 2.5 സ്പൂണ് മല്ലിപ്പൊടി, അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിതിൽ വേറെ മുളകും കാര്യങ്ങളൊന്നും ചേർക്കണില്ല. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായി മൊരിഞ്ഞ് വരണേ അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗവും അടി പിടിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കും വേണം കേട്ടോ. മസാലയായ കാരണം കൊണ്ട് പെട്ടെന്ന് അടി പിടിച്ചിട്ട് പോരും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പുളിവെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. പുളി നമ്മൾ വാളൻ പുളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് പിന്നെ നമുക്ക് വേണ്ട അത്രയ്ക്ക് വെള്ളം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തും കൂടി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അങ്ങനെ നന്നായിട്ട് അതൊന്ന് ഇളക്കി ശേഷം ഇനി നമ്മളതിലേക്ക് മീൻ കഷ്ണങ്ങളാണ്. ഞാൻ കുടുതയുടെ മീനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് വെട്ടിത്തിളയ്ക്കാൻ നമ്മുടെ മീനൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വെട്ടിത്തിളയ്ക്കാൻ വിടാം. അപ്പോൾ അങ്ങനെ നമ്മൾ നന്നായി തിളച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി അതിലേക്ക് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഇളക്കി വെച്ച് കൊടുക്കുക. ഇങ്ങനെ മൂപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു മണം കൂടി ഉണ്ടാവും നമ്മുടെ കറിക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മീൻകറി. വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയണേ. കൂടെ സബ്സ്ക്രൈബ് കൂടി ചെയ്യും.